ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ ഈ വർഷത്തെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നടൻ മമ്മൂട്ടി. ആദ്യമായാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. മധുരരാജ സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെച്ച് ആറ്റുകാലിലെത്തിയ മമ്മൂട്ടിക്ക് ഭക്തരും ആരാധകരും ചേർന്ന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് കേട്ടറിവേ തനിക്കുണ്ടായിരുന്നുള്ളൂവെന്ന് മമ്മൂട്ടി ഉദ്ഘാടനത്തിന് ശേഷം പറഞ്ഞു. ടെലിവിഷൻ ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാറുണ്ട്. ഇത്രയും വലിയ ജനസമൂഹത്തെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏറ്റത്. കാരണം എന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ ആരംഭകാലത്ത് ഈ റോഡുകളിലും വഴികളിലും ക്ഷേത്രനടകളിലുമൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത് നടന്നിട്ടുണ്ട്, മമ്മൂട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് അധികം വരാറില്ല. 1981 മുന്നേറ്റം എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അന്ന് നിങ്ങളിൽ പലരും ജനിച്ചിട്ട് പോലും കാണില്ല. പല സ്ഥലങ്ങളും ഇന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. എന്റെ ചിരകാല സുഹൃത്ത് ഡോക്ടർ രാജഗോപാലിനെ കാണാൻ സാധിച്ചു. ഒരു പക്ഷേ എന്നേക്കാൾ ആദരിക്കപ്പെടേണ്ട ഒരാളാണ് രാജഗോപാൽ. സാന്ത്വന ചികിത്സാ രംഗത്തെ പ്രമുഖനാണ് അദ്ദേഹം. ഇതുപോലെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് ഇത്രയും ആളുകൾ കൂടുകയും മനസ്സ് നിറഞ്ഞ ദേവിയെ അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസരം എന്ന് പറയുമ്പോൾ ഏത് ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കാത്തത്? എല്ലാം മറന്ന് പരസ്പരം സ്നേഹം മാത്രം പങ്കിടുന്ന മനോഹര നിമിഷങ്ങളാണിത്. ഞാനും നിങ്ങളും കൂടിച്ചേരുന്ന ഈ നിമിഷം ഒരുപാട് നല്ല സന്ദേശങ്ങൾ പരത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും നിമിഷങ്ങളായി ഇത് മാറട്ടെ. ഒന്നിന്റെയും അതിർവരമ്പുകളില്ലാതെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല നാളുകൾ ഉണ്ടാകട്ടെ. എല്ലാ കലകളുടെയും ഉറവിടം ക്ഷേത്രങ്ങളാണെന്ന് പറയാറുണ്ട്. ക്ഷേത്രകലകൾ എന്ന കലാവിഭാഗം പോലും നമുക്കുണ്ട്. ഈ ക്ഷേത്രമുറ്റത്താണ് പല കലാകാരന്മാരും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് കലാകാരൻ എന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിൽക്കുന്നത്. കുറെ ദിവസങ്ങളോളം തയ്യാറെടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നത്. ഇത്രയും ആളുകളെ അഭിമുഖീകരിച്ച് ഞാൻ എന്തു പറയുമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ 38 വർഷങ്ങളായി പല രൂപത്തിലും പല ഭാവത്തിലും എന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് എന്തു പറയാനാണ്? ഈ സ്നേഹം തന്നെയാണ് എനിക്കും തിരിച്ചുള്ളത്. പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ദീർഘകാലം ജീവിച്ചു പോകുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകട്ടെ, മമ്മൂട്ടി പറഞ്ഞവസാനിപ്പിച്ചു. വൻ കരഘോഷത്തോടെയാണ് മമ്മൂട്ടിയുടെ വാക്കുകളെ ജനങ്ങൾ സ്വീകരിച്ചത്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. ഡോക്ടർ MR രാജഗോപാലിന് ആറ്റുകാലമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. 20-നാണ് ആറ്റുകാൽ പൊങ്കാല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.